ഒലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളയ്ക്കുകയാണ് എന്നിട്ടിങ്ങനെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ് പടച്ചവനെ ഭയാനകമായ ദിവസം അല്ലാഹുവേ ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ് ആ ഭയാനകമായ ദിവസത്തില് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ് പടച്ചവനെ മാതാപിതാക്കളോ കൂടപ്പുറപ്പോ ഭാര്യയോ മക്കളോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ ആ കോടതിയിൽ അല്ലാഹുവേ ആദം നബിയുണ്ടല്ലോ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് അംബിയാ മുർസലീങ്ങള് അവരുടെ സമുദായങ്ങള് എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹാബാ അതാ മലക്കുകൾ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടെ നിന്നൊരു സിംഹാസനം കൊണ്ടുവരികയാണ് മനോഹരമായ ഒരു സിംഹാസനം കണ്ടാ കൊതി തോന്നുന്ന കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ് എല്ലാവരും അതിലേക്ക് നോക്കുകയാണ് ആർക്കുള്ളതാ പടച്ചവനെ ആ സിംഹാസനം ആർക്കുള്ളതാണ് പ്രവാചകന്മാർക്കുള്ളതാണോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരേ ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ പ്രവാചകന്മാർക്കുള്ളതാണോ മുത്തുനബി പറഞ്ഞു അല്ല സഹാബാ സുഹദാക്കൾക്കുള്ളതാണോ അല്ല സ്വഹാബാ പിന്നെ ആർക്കുള്ളതാ നബിയേ ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ അതാർക്കുള്ളതാ നബിയേ അതിന്റെ അവകാശികൾ ആരാ നബിയേ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ ആ സിംഹാസനത്തിന്റെ അവകാശിയാരെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു സ്വഹാബാ അൽ മുതഹാബൂന ഫില്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു ആദം നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിംഹാസനം കൊണ്ടുവന്നിടുകയാണ് മനോഹരമായ സിംഹാസനം അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു നബിയെ അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ അല്ല അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ മുത്തുനബി പറഞ്ഞു അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ ആ സിംഹാസനം ആർക്കുള്ളതാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ അല്ലാഹു ആ സിംഹാസനം